പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ വാരധ്യാനം 6-ാം ദിവസം, ദുഃഖവെള്ളി. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ്. പുണ്യവതിയുടെ കന്യാമഠത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനും മാരകമായ ഒരു രോഗപീഠ പിടിപെട്ടു. ചികിത്സകൾ ഒന്നും ഫലിക്കാതെയായി. അവരെല്ലാവരും മരണത്തിൻ്റെ വക്തത്തിലെത്തി. വിശുദ്ധ ക്ലാര അവിടേക്ക് വന്ന് വിശുദ്ധ കുരിശിൻ്റെ അടയാളം ആ മുറിയിൽ നിന്നുകൊണ്ട് കരങ്ങളാൽ അടയാളം കൊണ്ട് അവരെ ആശീർവദിച്ചപ്പോൾ അവരെല്ലാവരും രോഗവിമുക്തരായി തീർന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളം അനേക തവണ നമ്മൾ വിശ്വാസപൂർവം പ്രയോഗിക്കാറുണ്ട്. അവയുടെ എല്ലാം ഫലവും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഈ കുരിശിൻ്റെ അടയാളത്തിന് ഇത്ര വലിയ ശക്തി എന്തുകൊണ്ട്? തീർച്ചയായും ആ കുരിശടയാളത്തിലല്ല ആ ശക്തി ഇരിക്കുന്നത്, മറിച്ച് കുരിശിൽ മരിച്ച ക്രിസ്തുവിൽ നിന്നാണ് ആ ശക്തി ഒഴുകുന്നത്. ക്രിസ്തുനാഥൻ്റെ കുരിശ് മരണം ലോകം മുഴുവനെയും പുതിയ ആകാശവും പുതിയ ഭൂമിയുമാക്കി മാറ്റി. 2000 വർഷം മുമ്പ് നടന്ന ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാണ് ലോക അവസാനം വരെയുള്ള മനുഷ്യർക്ക് രക്ഷയും മോചനവും പ്രത്യാശയും നൽകുന്നത്. യേശുവിൻ്റെ കുരിശ് മരണ സമയത്ത് പ്രപഞ്ച ശക്തികളിൽ വന്ന ഭാവഭേദം വിശുദ്ധ മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. 27-ാം അധ്യായം 50 മുതൽ വാക്യങ്ങളിൽ യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ 2 കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും അത്യധികം ഭയപ്പെട്ട് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് ഏറ്റുപറഞ്ഞു. വിശുദ്ധ ലൂക്ക ഒരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കുന്നു. 22-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണാൻ ഓടിക്കൂടിയ ജനക്കൂട്ടമെല്ലാം സംഭവിച്ചവ കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ ഈശോ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്താണ് ഇവിടെ ആകർഷിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിച്ച് ക്രിസ്തുവിലേക്ക് തിരിയും എന്ന് തന്നെ. അതേ, ക്രിസ്തുവിൻ്റെ കുരിശുമരണം ആദം മുതൽ ലോക അവസാനം വരെയുള്ള സകല ജാതി ജനങ്ങളെയും സർവ്വ മനുഷ്യരെയും നിത്യമായി രക്ഷിച്ചു. അതാണ് സഭ ഈ ചെറിയ കീർത്തനത്തിൽ ഏറ്റുപാടുന്നത്: കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമോ നമഃ. കുരിശാണു രക്ഷ,
കുരിശിലാണു രക്ഷ, കുരിശേ നമോ നമ. തൻ്റെ കുരിശ് മരണം വഴി ക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രധാനമായും 4 കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട്. ഒന്ന്, യേശു സ്വതന്ത്ര മനസ്സോടെ തന്നെ തന്നെ നമുക്ക് ആത്മദാനം ചെയ്തു. 2, യേശു നമ്മുടെ പകരക്കാരനായി. 3, യേശു നമ്മുടെ മോചനദ്രവ്യമായി. 4, യേശു പരിശുദ്ധാത്മാവിനെ തന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ നമ്മളെ പ്രവേശിപ്പിച്ചു. ആകയാൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദിവ്യസ്മരണ കൊണ്ടാടുന്ന ഇന്ന് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് സംലഭ്യമായിരിക്കുന്ന രക്ഷയുടെ വിവിധ അർത്ഥതലങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യേശു തന്നെ തന്നെ നമുക്ക് നൽകി എന്നതാണ് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ രക്ഷാകര ശക്തിയുടെ അടിസ്ഥാനം. അവിടുത്തെ പീഡാസഹനവും മരണവും ആരെങ്കിലും അവിടുത്തെ മേൽ കെട്ടിവെച്ചതായിരുന്നെങ്കിൽ അവിടുത്തെ സഹനത്തിനും മരണത്തിനും രക്ഷാകരമായ അർത്ഥമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 14, 15 വാക്യത്തിലും 18-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ അർപ്പിക്കുകയാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ സ്നേഹപൂർവ്വം ദാനമായി നൽകണം എന്നുള്ളത് ഈശോയുടെ മനുഷ്യ അവതാരം മുതൽ അവിടുത്തെ തീവ്രമായ ആഗ്രഹമായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുളി ചെയ്യുന്നു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കി ഇരിക്കുന്നു. ദഹനബലികളിലും പാവപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ, ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ എന്താണ് തൻ്റെ പിതാവിൻ്റെ ഹിതമെന്ന് 10-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു. അവിടുത്തെ ഹിതത്താൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പുത്രനായ ദൈവം മനുഷ്യ ശരീരം ധരിച്ച് മനുഷ്യ അവതാരം ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിക്കുവാൻ, തൻ്റെ ശരീരം ബലിയാക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് പരിശുദ്ധാത്മ നമ്മൾ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതകാലം മുഴുവനും അവിടുന്ന് ഈ ദാഹവുമായിട്ടാണ് സദാ വ്യാപരിച്ചിരുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു.
കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 1225 ഖണ്ഡികയിൽ ഇവിടെ സൂചിപ്പിക്കുന്ന മാമോദീസ യേശുവിൻ്റെ കുരിശുമരണം തന്നെയാണെന്ന് സഭ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് അവിടുന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? പ്രവാചകരിൽ ഒരുവനെന്ന് അവർ മറുപടി പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ഈശോ എടുത്തു ചോദിക്കുകയും, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് മറുപടി പറയുകയും ചെയ്യുന്ന അവസരത്തിൽ അതിന് ഒരു വിശദീകരണം എന്ന വണ്ണം, നീ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിന് ഒരു വിശദീകരണം എന്ന വണ്ണം, അതായത് ക്രിസ്തു എന്നതിന് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കും വിധം ഈശോ ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നെന്നും ശ്രേഷ്ഠന്മാരിലും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും അവരോട് പറയുവാൻ തുടങ്ങി. അപ്പോൾ യേശു തന്നെ മനുഷ്യകുലത്തിന് വേണ്ടി ബലിയായി നൽകുവാൻ ജനനം മുതൽ കുരിശിൽ മരിക്കുന്നവരെ ആ സ്വപ്നം കണ്ടുകൊണ്ടും അത് ആഗ്രഹിച്ചുകൊണ്ടുമാണ് നടന്നിരുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനെ ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭം ഇത് കൂടുതൽ സ്പഷ്ടമായി നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മളിതിങ്ങനെയാണ് വായിക്കുന്നത്, യൂദാസ് ഒരു ഗണം പടയാളികളെയും പ്രധാന പുരോഹിതന്മാരുടെയും പരിസയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാനാകുന്നു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു. ഈ ഞാനാകുന്നു എന്ന അവകാശവാദം മോശയുടെ മുമ്പിൽ യഹോവ നടത്തുന്നതായി പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങയുടെ പേരെന്താണെന്ന് മോശ ചോദിച്ചപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ ആകുന്നു. ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് തന്നെ പിടികൂടാൻ വരുന്ന പടയാളികളുടെ മുമ്പിൽ യേശു ഞാനാകുന്നു എന്ന് പറയുന്നതിൻ്റെ സൂചന, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആളും ഞാൻ തന്നെ. എന്നിട്ടും കർത്താവ് അവരുടെ കൈകളിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതാണ് തുടർന്ന് വായിക്കുന്നത്. ഞാനാകുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അവിടുന്ന് എന്താണ് ചെയ്തതെന്ന് യോഹന്നാൻ എടുത്ത് പറയുന്നു. 7-ാം വാക്യത്തിൽ അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാൻ ആകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു. യേശു തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നവരുടെ കൈകളിലേക്ക് തന്നെ സ്വതന്ത്ര മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ രംഗം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, നമ്മെ രക്ഷിച്ചു എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം യേശു നമ്മുടെ പകരക്കാരനായി തീർന്നു എന്നതാണ്. അതായത് മനുഷ്യ പാപത്തിൻ്റെ സർവ അനന്തര ഫലങ്ങളും യേശു നമുക്ക് വേണ്ടി സുമനസ്സാൽ ഏറ്റെടുത്തു. റോമാലേഖനം 6:23 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, പാപത്തിൻ്റെ വേതനം മരണമാണ്.
പാപം ചെയ്ത നാം ഓരോരുത്തരുമാണ് മരിക്കേണ്ടത്. നാം മരിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി അവിടുന്ന് പകരക്കാരനായി മരിച്ചു. അതാണ് പത്രോസ് തൻ്റെ 1 ലേഖനം 2:24 ഏറ്റുപറയുന്നത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. യേശു നമ്മുടെ പകരക്കാരനായി എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകമായി 2 അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന്, 2 കൊരിന്തോസ് 5:21 പൗലോസ് അപ്പോസ്തലൻ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് പൗലോസ് പറയുന്നത്. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പരിശുദ്ധൻ 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 എന്ന് അനവരതം പ്രകീർത്തിക്കപ്പെടുന്നവനാണ് പുത്രനായ ദൈവം, മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു. അവൻ്റെ മേൽ സകല മനുഷ്യരുടെയും പാപം വച്ചുകെട്ടി. പാപം എന്തെന്ന് അറിയുക പോലും ചെയ്യാത്തവൻ പാപത്തിൻ്റെ കൂമ്പാരമാക്കപ്പെട്ടു. ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ളവരുടെ സകല പാപങ്ങളും ചുമക്കുന്നവനായി അവൻ മാറി. അതുകൊണ്ടാണ് അവനെ കണ്ടതോടെ അവനെ പരിചയപ്പെടുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരുന്ന, അതിനുള്ള പ്രത്യേക കൃപാവരം ലഭിച്ചിരുന്ന സ്നാപകൻ തൻ്റെ ശിഷ്യരുടെ മുമ്പിൽ വെച്ച് ഈശോ ഏറ്റുപറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലതൊരു ഒരു മനുഷ്യൻ്റെ പരമദുഷ്ടത പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ നീചകൃത്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുകയില്ലത്. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനിലുമുള്ള എല്ലാ നീചകൃത്യങ്ങളും, ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത അതിക്രമങ്ങളും ദുഷ്ടതകളും തിന്മകളും ഒരു മനുഷ്യൻ്റെ മേൽ ചാർത്തിയാൽ എങ്ങനെയിരിക്കും? യേശുവിൻ്റെ മേൽ സകല മനുഷ്യരുടെയും പാപം ചാർത്തപ്പെട്ടു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തി തരുന്നത്. യോഹന്നാൻ ശ്ലീഹായും ഇക്കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1 ലേഖനം 2 വാക്യം, അവൻ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് നാം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പാപത്തിൻ്റെ വേദന മരണമാണ്. ഒരു പാപം മാത്രമേ നാം ചെയ്തിരുന്നുള്ളെങ്കിൽ പോലും നിത്യമായി മരിക്കുക നമ്മുടെ ഭാഗധേയമാണ്. എന്നാൽ യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നതുകൊണ്ട്, നമ്മുടെ പാപം മുഴുവൻ അവിടുന്ന് വഹിച്ചത് കൊണ്ട്, നമുക്ക് പകരക്കാരനായി ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ട് നമ്മൾ പാപവിമുക്തരാക്കപ്പെട്ടു. നാം ഇന്ന് കുമ്പസാരക്കൂട്ടി ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങൾ സഭയ്ക്ക് വേണ്ടി പുരോഹിതൻ ക്ഷമിച്ച് മോചനം തരുന്നുണ്ട്. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പുരോഹിതൻ നമ്മെ ആശീർവദിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ കുരിശിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന യേശു നിൽപ്പുണ്ട്. ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് ക്ഷമിക്കപ്പെടുന്ന പാപത്തിന് യേശു അവർണ്ണനീയമായ അചിന്തനീയമായ വില കൊടുത്തിട്ടുണ്ട്. വീണ്ടും ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി എന്നതിന് മറ്റൊരു പ്രത്യേക അർത്ഥം
ഗലാത്യ 3:13 പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അതേ, ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ പ്രതി ശാപമായി തീർന്നു. ഈ പാപമാക്കപ്പെടുക എന്നും ശാപമായി തീരുക എന്ന പ്രയോഗം എത്ര ആഴമുള്ളതാണ്. ശാപം അവൻ്റെ മേൽ ചൊരിഞ്ഞു എന്നല്ല, അവൻ ശാപമായി തീർന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ക്രിസ്തുവിൻ്റെ മേൽ പതിച്ച ശാപത്തിൻ്റെ ആധിക്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓരോ പാപത്തിനും അതിൻ്റെതായ ശാപം ഉണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവകൽപ്പന ലംഘിക്കുന്നവർക്ക് കിട്ടുന്ന, അഥവാ പാപം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശാപങ്ങളെപ്പറ്റി ഒരധ്യായം മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. അത് മുഴുവനും വായിച്ചാൽ താങ്ങാനാവാത്തത്ര ഭയാനകമാണ്. ഒരു ഉദാഹരണം, നിയമാവധി 28:53 വാക്യം: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ ഞെരുക്കും. നിന്റെ ശത്രു ഉപരോധം വഴിയും ഉപദ്രവം മൂലവും നിന്നെ ക്ലേശിപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഉദരഫലമായ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. നിന്റെ മധ്യേയുള്ള ഒരുവൻ ആർദ്രനും അതിമൃദുലനുമാണെങ്കിലും തൻ്റെ സഹോദരനും പ്രിയതമയ്ക്കും തൻ്റെ ശേഷിച്ച മക്കൾക്കും നേരെ അയാളുടെ കണ്ണ് നീചമായിരിക്കുന്നത് മൂലം താൻ ഭക്ഷിക്കുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ നിന്ന് അവരിൽ ആർക്കും അവൻ നൽകുകയില്ല. എന്തെന്നാൽ അവന് ഒന്നും ശേഷിക്കാത്ത വിധം നിന്റെ സകല കപാടങ്ങളിലും ഉപദ്രവം വഴിയും ശത്രു നിന്നെ ക്ലേശിപ്പിക്കും. ആ അധ്യായം അവസാനിക്കുമ്പോൾ ഇപ്രകാരമാണ് ദൈവവചനം പറയുന്നത്: നിങ്ങൾക്ക് നന്മ ഉളവാക്കുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ച പോലെ നിങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിലും കർത്താവ് സന്തോഷിക്കും. നീ കൈവശപ്പെടുത്താൻ പോകുന്ന നാട്ടിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ പിഴുതെറിയും. ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ സകല ജനപദങ്ങളുടെ ഇടയിൽ കർത്താവ് നിന്നെ ചിതറിക്കും. അവിടെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത കല്ലും തടിയുമായ അന്യദേവന്മാരെ നീ സേവിക്കും. ആ ജനതകളുടെ ഇടയിൽ നിന്റെ മിഴി ചിമ്മുകയോ നിന്റെ ഉള്ളംകാലിന് വിശ്രമം ഉണ്ടാവുകയോ ഇല്ല. അവിടെ കർത്താവ് നിനക്ക് ചകിതമായ ഹൃദയവും മങ്ങിയ കണ്ണുകളും തകർന്ന മനസ്സും നൽകും. നിന്റെ മുൻപാകെ നിന്റെ ആയുസ് ആടിയുലയും. രാവും പകലും നീ സ്തംഭിതനായിരിക്കും. നിന്റെ ജീവിതത്തിൽ നീ സുരക്ഷിതത്വം അനുഭവിക്കുകയില്ല. നിന്റെ ഹൃദയഭേദിയും നിന്റെ നയനങ്ങളാൽ നീ കാണുന്ന ദൃശ്യവും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും സന്ധ്യയായിരുന്നെങ്കിൽ, സന്ധ്യയായാൽ നീ പറയും പ്രഭാതമായിരുന്നെങ്കിൽ. നീ കാണാൻ വീണ്ടും തുനിയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടിരുന്ന മാർഗത്തിലൂടെ കർത്താവ് നിന്നെ ഈജിപ്തിലേക്ക് കപ്പലുകൾ തിരികെ കൊണ്ടുപോകും. അവിടെ നിങ്ങൾ ശത്രുക്കൾക്ക് ദാസന്മാരും പരിചാരകന്മാരുമായി നിങ്ങളെ തന്നെ വിൽക്കും, എന്നാൽ വാങ്ങാൻ ആരും ഉണ്ടാവുകയില്ല. പാപത്തിൻ്റെ അനന്തരഫലമായ ശാപത്തെ പറ്റിയുള്ള ഈ വിവരണം എത്രയോ ഭീതിജനകമാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്: ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ വീണ്ടെടുത്തു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ
ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമുക്ക് ഭാഗധേയമായിരുന്ന എല്ലാ ശാപങ്ങളും നീക്കപ്പെട്ടു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപ്പറ്റി തൻ്റെ ഗ്രന്ഥത്തിൽ 52-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, അവനെ കണ്ടവരെല്ലാം അമ്പരന്ന് പോയി. സകല മനുഷ്യർക്കും അർഹതപ്പെട്ട ശാപം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് അവനെ വീണ്ടും നോക്കാൻ ആർക്കും ധൈര്യം തോന്നിയില്ല. അതുപോലെ അവൻ വിരൂപനാക്കപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം യേശു നമ്മുടെ മോചന ദ്രവ്യമായി തീർന്നു എന്നതാണ്. ഒരാളൊരു കുറ്റം ചെയ്താൽ അതിന് ആനുപാതികമായ ഒരു തുക, മോചനദ്രവ്യം മറ്റാരെങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ കുറ്റക്കാരന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ലോകം മുഴുവനും ചെയ്ത എല്ലാ പാപങ്ങളും അതിന് മോചനദ്രവ്യം ആവശ്യമുണ്ട്. മനുഷ്യർക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഓരോരുത്തരും ഓരോ പാപത്തിനും അനുസൃതമായ മോചനദ്രവ്യം കൊടുക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മത്തായിയുടെ സുവിശേഷം 20-28 വാക്യത്തിലെ ഈശോയുടെ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്നത് പോലെ തന്നെ. ഈശോ ലോകത്തിലേക്ക് വന്നതും പാടുപീടയേറ്റ് കുരിശിൽ മരിച്ചതും നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് ഈശോ തന്നെ പ്രസ്താവിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ഇതേപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, 1 തീമോത്തി 2:5-6 വാക്യങ്ങളിൽ. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായ ഒരുവനേയുള്ളൂ, മനുഷ്യനായ ക്രിസ്തുയേശു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന ദ്രവ്യമായി നൽകി. ഹെബ്രായർക്ക് ലേഖനം 9:15 പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ വേണ്ടിയുള്ള മോചന ദ്രവ്യമാണ് എന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നുണ്ട്. യേശു നമ്മുടെ മോചന ദ്രവ്യമായി എന്ന് പറയുമ്പോൾ അതിന് 3 പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചു. അവൻ നമ്മുടെ മോചന ദ്രവ്യമായി തീർന്നത് കൊണ്ടാണ്. യേശു നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ മാലാഖയിലൂടെ യോസേപ്പ് പിതാവിനെ ഈ വിവരം അറിയിക്കുന്നുണ്ട്. മത്തായി 1:21 കന്യകാമറിയത്തിൽ ജനിക്കുന്ന ശിശുവിനെ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും, മോചിപ്പിക്കും. ഈശോ തന്നെയും തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യോഹന്നാൻ 8:34-36 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിത്തീരും. അപ്പോസ്തലപ്രവൃത്തി 13:38 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാപമോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. രണ്ടാമത്തെ അർത്ഥം യേശു നമ്മുടെ മോചനദ്രവ്യമായി എന്നതിന് രണ്ടാമത്തെ അർത്ഥം ദുഷ്ടനിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കത്തോലിക്കാ സഭയുടെ മതബോധൻ്റെ 407-ാം ഖണ്ഡികയിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം പറയുന്നുണ്ട്. അതായത് ആദത്തിൻ്റെ പാപത്തിൻ്റെ ആ നിമിഷം മുതൽ, ആദം ചെയ്ത ആദ്യ പാപം മുതൽ സകല മനുഷ്യരുടെയും മേൽ പിശാചിന് ഒരുതരം അധികാരം, ആധിപത്യം കിട്ടി. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അത് മരണത്തിന്മേൽ ആധിപത്യമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ
നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവനും അടിമത്തത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനാണ്. ദുഷ്ടനിൽ നിന്ന് കർത്താവ് ആ ഈശോ നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ളത് എത്ര ആനന്ദകരമായ യാഥാർത്ഥ്യമാണ്. ഇന്ന് അനേകം വ്യക്തികൾ ദൈവത്തെക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന പിശാചിനെയാണ്. ഈ പിശാചിനോടുള്ള ഭയം വിശ്വാസരാഹിത്യത്തിൻ്റെ അടയാളമാണ്. എവിടെ എന്ത് കുറവ് കണ്ടാലും എന്ത് തെറ്റ് കണ്ടാലും പിശാചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. ഇതെല്ലാം പിശാചിൻ്റെ പ്രവൃത്തികളാണ്. അവനൊരു പണി നമുക്ക് തന്നതാണ്. എന്ത് തിന്മയുടെ എന്ത് അനർത്ഥത്തിൻ്റെയും പിറകിൽ പിശാചിന് പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ക്രൈസ്തവ വിശ്വാസ ഘടകവിരുദ്ധമായ ചിന്തയും വാക്കുമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പിശാചാണെന്ന് പറയുന്നത്. ദൈവവചനം പറയുന്നത് എന്താണ്? കൊളോസ്സസ് ലേഖനം 2:14-15 നമുക്കെതിരായ ലിഖിത നിയമങ്ങൾ അവൻ ക്രിസ്തു മായ്ച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കുകയും കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പിശാചിന് അർഹതയില്ലാത്ത ഒരു സ്ഥാനം, അധികാരം കൽപ്പിച്ചു കൊടുക്കുന്നത് ക്രൈസ്തവ വിശ്വാസ വിരുദ്ധമാണ്. അവൻ ആയുധമില്ലാത്ത ഒരു ശത്രുവാണ്. കർത്താവായ ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെ അവൻ്റെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞു. പല്ലില്ലാത്തൊരു പട്ടി കുരച്ചാൽ ആരാ പേടിക്കേണ്ടത്? പിശാചില്ലെന്നല്ല, അവനുണ്ട്, അവൻ പ്രവർത്തിക്കും. പക്ഷേ അവന് വളരെ പരിമിതമായ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. കൊതികാലിൽ പരിക്കേൽപ്പിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ അവൻ്റെ തല തകർത്തു യേശു ക്രിസ്തു. തല തകർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വാലിന് എന്ത് പ്രയോജനം? അതുകൊണ്ട് പിശാചിൻ്റെ മേൽ കർത്താവായ യേശു ക്രിസ്തു നിത്യമായ വിജയം നേടി നമ്മെ അവൻ്റെ ഭരണത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്ന സത്യം വിശ്വസിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യണം. അല്ലാതെ പിശാചിനെ പേടിച്ചും ഭയന്നും ജീവിക്കുകയല്ല വേണ്ടത്. യേശുക്രിസ്തു നമ്മുടെ മോചന ദ്രവ്യമായി എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തു വിടുതൽ നൽകി എന്നാണ്. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പാപം ചെയ്തതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ ഭാഗധേയമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. റോമാ 1:18 എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവനിഷേധത്തിനും നീതിരാഹിത്യത്തിനുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു. കൊളോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, ആസക്തി, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അനുസരണമില്ലാത്തവരുടെ മേൽ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് ഇങ്ങനെയാണ്. ആകയാൽ അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അവ തന്നെ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി സത്യാനുസൃതമാണെന്ന് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന്
ഓടി ഒളിക്കാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നു? അതോ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ദയ അറിയാതെ അവിടുത്തെ ദയയുടെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും സമ്പന്നത നീ നിസ്സാരമാക്കുകയാണോ? എന്നാൽ ദൈവത്തിൻ്റെ നീതിവിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും മാനസാന്തരപ്പെടാത്തതുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ഈ തിരുവചനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് പാപത്തിന് ഒരു അനിവാര്യ ഫലമാണ് ദൈവത്തിൻ്റെ ക്രോധം. ക്രോധം എന്ന വാക്ക് ഭയാനകമായ അർത്ഥം ഉള്ളതാണ്. നമുക്ക് ചിന്തിക്കാനാവാത്ത ദൈവശിക്ഷയുടെ ഉപയോഗിക്കുന്ന വാക്കാണ് ക്രോധം. ഈ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 5-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ സദ്വാർത്ത അറിയിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിലൂടെ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരാക്കപ്പെട്ടു. റോമ 5:8-9 വാക്യങ്ങൾ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതിമത്കരിക്കപ്പെട്ട നാം അവൻ മൂലം എത്ര അധികമായി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. വിശുദ്ധ പൗലോസ് ഉറപ്പ് തരുകയാണ്, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് അർഹമായിരുന്ന ദൈവക്രോധം എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിലൂടെ നാം രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ 3 അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, യേശു തന്നെ നമുക്ക് ആത്മദാനം ചെയ്തു, തന്നെ നമുക്ക് നൽകി. 2, യേശു നമ്മുടെ പകരക്കാരനായി. 3, യേശു നമ്മുടെ മോചനദ്രവ്യമായി. ഇനി 4-ാമത്തേത്, പരിശുദ്ധാത്മാവിനെ നൽകി ദൈവിക ജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം ക്രിസ്തു നമ്മെ രക്ഷിച്ചു. അതായത് ക്രിസ്തു സാധിച്ച വീണ്ടെടുപ്പ് പാപത്തിൽ നിന്നുള്ള വിടുതലിൽ ഒതുങ്ങുന്നതല്ല. പ്രത്യുത പാപം മൂലം നിത്യമായി നശിക്കാൻ അർഹതപ്പെട്ടവരായ നമ്മെ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വപൂർണമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ കുടുംബ അംഗങ്ങളായി മാറിക്കഴിഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം നിത്യത മുഴുവനും അനന്തമായ സൗഭാഗ്യത്തിൽ കഴിയുവാൻ നാം യോഗ്യരാക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത്. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് എങ്ങനെയാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പ്രത്യേകമായി ക്രിസ്തുവിൻ്റെ കുരിശ് മരണരംഗം അവതരിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. മത്തായിയും മർക്കോസും ലൂക്കോസും യേശുവിൻ്റെ മരണത്തെപ്പറ്റി അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞു എന്ന് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ 19:30 വാക്യം. യേശു വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ കയ്യാളിച്ചു. ഇപ്പം യേശുവിൻ്റെ കുരിശ് മരണവും പരിശുദ്ധാത്മാവിൻ്റെ വരവും ഒരേ സമയത്ത് നടക്കുന്നതായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. പെന്തക്കുസ്താ നാളിലാണ് പരിശുദ്ധാത്മാവ് ഔദ്യോഗികമായും പരസ്യമായും വെളിപ്പെടുത്തപ്പെടുന്നതെങ്കിലും ക്രിസ്തുവിന് മരിച്ച സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കെല്ലാം സംലഭ്യമായി തീർന്നത്. അവൻ തലയായിച്ച് ആത്മാവിനെ കയ്യാളിച്ചു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, തൻ്റെ സഹനവും മരണവും മൂലം ഈശോ പരിശുദ്ധാത്മാവിനെ
നമുക്കായി സമ്പാദിച്ച് തൻ്റെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ പിതാവ് വർഷിച്ചു തരുവാൻ വേണ്ടി. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ 39-ാം വാക്യത്തിൽ ഈശോ മുൻകൂട്ടി ഇത് പറയുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോയുടെ പ്രസ്താവനയ്ക്ക് വിശുദ്ധ യോഹന്നാൻ ഒരു വ്യാഖ്യാനം തൊട്ടടുത്ത വാക്യത്തിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിൻ്റെ യഥാർത്ഥ മഹത്വീകരണം അവിടുത്തെ കുരിശുമരണ വേളയിലാണെന്ന് നമ്മൾ തുടക്കത്തിൽ മത്തായി 27 വായിച്ചു കേട്ടതാണല്ലോ. ഭൂമി കുലുങ്ങുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും മരിച്ചവർ ഉയർക്കുന്നതുമെല്ലാം അവിടെ നമ്മൾ വായിക്കുകയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ആ കുരിശ് മരണ സമയം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയാണ്. അങ്ങനെ കർത്താവ് ഈ ദുഃഖ വെള്ളിയാഴ്ച യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മെ രക്ഷിച്ചു എന്ന് ആ ചെറിയ പ്രസ്താവനയുടെ ആഴത്തുള്ള അർത്ഥം നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മിശിഹായോടുള്ള നമ്മുടെ കടപ്പാടും നന്ദിയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഈ ദിവ്യചിന്തകൾ സഹായകമാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.